ഹലോ കൂട്ടുകാരെ, കുഞ്ഞുസന്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കാപ്പിക്കായിട്ട് അപ്പവും ചമ്മന്തിപ്പൊടിയായിരുന്നു കേട്ടോ. അതങ്ങ് റെഡിയാക്കി വെച്ചു. പിന്നെ ഉച്ചയൂണിനായിട്ട് ഇന്നലെ ഏട്ടൻ ഞണ്ട് മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ, പിന്നെ ഗരം മസാല, ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ച് വെക്കണം. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞണ്ടാൻ മേടിച്ചിട്ട് വരുന്നത്. വൈകിട്ട് വരുമ്പോൾ ഇവിടെ എണ്ണ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത് ചതച്ച് വെക്കാം. മീൻ കരിക്കുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചു. പക്ഷേ മീനിൻ്റെ ഫ്രീസ് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അതിന് ഞാൻ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമുക്ക് വയ്ക്കാം, മണ്ണിലോട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് അത് ഫ്രീസൊക്കെ മാറി അരമണിക്കൂർ ആവുമായിരിക്കും. നല്ല ഫ്രീസ് ഇട്ടിരിക്കുക. ആ സമയത്ത് നമുക്കൊരു മോര് കറി വയ്ക്കാം, പച്ചമാങ്ങ വെച്ചിട്ട്. മാങ്ങ പുളിശ്ശേരി വയ്ക്കാൻ വേണ്ടി ഞാനങ്ങ് മാങ്ങ കുക്കറിലാക്കിയിട്ട് അത് മുങ്ങി നിൽക്കാൻ തക്കതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ. കടുക് വറുക്കുക. കടുക് വറുത്ത ശേഷം മോരുകറിയുടെ അരപ്പ്, നമ്മൾ സാധാരണ മോരുകറിയുടെ അരപ്പ് ഉണ്ടാക്കുമല്ലോ, അത് മതി. അത് സെയിം അത് തന്നെ. അപ്പോൾ ആ മോരുകറിയുടെ അരപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വെന്ത മാങ്ങയുണ്ടല്ലോ, കുക്കറിൽ വെന്ത 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ, അത്ര അതിലപ്പുറത്തേക്ക് എൻ്റെ ആവശ്യമില്ല. രണ്ടായാലും കുഴപ്പമില്ല. ചില മകൾ ഇതിപ്പോൾ ഇച്ചിരി കുറച്ച് കട്ടിയുള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 3 വിസിൽ കേൾപ്പിച്ചു. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താൽ നമ്മുടെ രുചികരമായ മോരുകറി റെഡി. എനിക്ക് സാധാരണ നമ്മൾ തൈര് വെച്ചുണ്ടാക്കുന്ന മോരുകറിയെക്കാട്ടി എനിക്കിഷ്ടം ഇതാ കേട്ടോ. നല്ല രണ്ടും തൈരാണോ മാങ്ങയാണോ അത് തിരിച്ചറിയത്തില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീനിൻ്റെ ഫ്രീസൊക്കെ മാറി. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, കടുക് വറുത്തു, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നല്ലപോലെ വഴറ്റിയ ശേഷം തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റണം. നല്ല വഴറ്റിയ ശേഷം മാത്രമേ മീൻ ചേർക്കാവുള്ളൂ കേട്ടോ. മീൻ ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിൽ ചേർക്കുക. പിന്നെ സവാള വഴറ്റിയ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ ഞാൻ കറിയായിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കുക. ജസ്റ്റ് അല്ല, നല്ലപോലെ പറ്റിച്ചെടുക്കുക. അപ്പം അതുകൂടെ ഇപ്പം ഉച്ചൂണിൻ്റെ കറി റെഡിയായി. പിന്നെ വൈകിട്ടത്തേക്ക് മോള് വരാറായപ്പോഴത്തേക്ക് അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഗോതമ്പ് പൊടിയിൽ ഉപ്പും ജീരകവും ചേർത്ത് തേങ്ങയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത്, ഇതൊക്കെ നമ്മൾ പണ്ട് അമ്മക്ക് ഉണ്ടാക്കി തന്ന ആഹാരമല്ലേ, നമ്മളെ കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ അതും കൂടി മിക്സ് ചെയ്തു. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിരുന്നു കേട്ടോ, അതും അരിച്ചങ്ങോട്ട് അതിലൊഴിച്ച് മിക്സ് ചെയ്തു. അതിന് കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇതാ നല്ലത്. ഇതാ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിൽ ഇതല്ലേ നല്ലത്. അപ്പോൾ അതും കൂടി നല്ലപോലെ ഒന്ന് പരത്തി അതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ നമുക്ക് ധൈര്യം ഒരു കട്ടൻ ചായയുടെ ആവശ്യം കൂടെ ഉള്ളൂ. അപ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആവും. കുട്ടികൾക്ക് ബർഗറോ അങ്ങനെയുള്ള സാധനമൊക്കെ അതൊക്കെ മേടിച്ച് കൊടുക്കണ്ട എന്നല്ല, കൊടുക്കുന്നത് തെറ്റും വല്ലപ്പോഴും ഒക്കെ ആവാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഒന്നുമില്ലാതെ കൊടുക്കാമല്ലോ കുഞ്ഞുങ്ങൾക്ക്. നമുക്കും കഴിക്കാം, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് റെഡിയായി. ഒരു കട്ടൻ ചായ മതി, ചായ തന്നെ വേണമെന്നൊന്നുമില്ല, കട്ടൻ ചായ മാത്രം മതി. അതും കൂടി ആകുമ്പോഴത്തേക്ക് സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോയത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.